ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്ക് വീട്ടിൽ തന്നെ നല്ല സ്വാദിഷ്ടമായ അത്യാവശ്യം വീര്യമുള്ള നല്ല നാച്ചുറലായിട്ടുള്ള ബിയർ ഉണ്ടാക്കിയാലോ? എല്ലാവർക്കും ജോസ് ഫുഡ് ട്രാവൽ ആൻഡ് ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതിനായി നമുക്ക് വേണ്ടത് ഒരു 100 ഗ്രാം ഇഞ്ചി. അതിൻ്റെ ഇഞ്ചിയുടെ നല്ല തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കുട്ടപ്പനായിട്ട് നമുക്ക് എടുക്കാം. ഇഞ്ചി ഇപ്പോൾ നല്ല തൊലിയൊക്കെ കളഞ്ഞ് ശരിയായി ഇടുന്നുണ്ട്. നമുക്കിത് റൗണ്ടായിട്ട് നമ്മുടെ ഈ കട്ടിംഗ് ബോർഡിലിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതിനുശേഷം ചതച്ചെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു ഇലക്ട്രിക് കെറ്റിലെടുത്ത് അതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ച്, നമ്മൾ 1 ലിറ്റർ വെള്ളമാണ് ഒഴിക്കുന്നത്. 1 ലിറ്റർ വെള്ളം ഒഴിച്ച് നമുക്കതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി അതും കൂടി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക നമുക്ക്. അതിനുശേഷം ഒരു 3-4 സ്പൂൺ പഞ്ചസാരയും കൂടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇതിനകത്ത് തന്നെ ഇഞ്ചിയുടെ കൂടെ തന്നെ അലിഞ്ഞ് ചേർന്നോളും. വെള്ളം തിളച്ചതിന് ശേഷം കുറച്ച് നേരം ആറാനായിട്ട് വെക്കുക. ഈ സമയത്ത് മറ്റൊരു ബൗളിലേക്ക് 2 ടീസ്പൂൺ ഈസ്റ്റ് ഇടുക. എന്നിട്ട് അതിനകത്തേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ച് ഈസ്റ്റ് നല്ല രീതിയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വരെ മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഈ സമയം തണുത്ത നമ്മുടെ ഇഞ്ചി വെള്ളം നേരെ മറ്റൊരു ബൗളിലേക്ക് ഒരു അരിപ്പ കൊണ്ട് അരിച്ചെടുക്കുക. ഇഞ്ചിയുടെ വേസ്റ്റൊക്കെ മാറ്റുക. നമ്മൾ നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിരുന്ന ഒരു 3-4 സ്പൂൺ ഗോതമ്പ് ആ മിക്സ് വെള്ളത്തിലേക്ക് ഇടുക. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈസ്റ്റ് വെള്ളം അതൊഴിക്കുക. അതിലേക്ക് 3-4 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് അതിനകത്ത് പഞ്ചസാര ലയിക്കുന്നവരെ നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം നല്ല ഉണങ്ങിയ ഒരു കുപ്പി എടുത്ത് അതിനകത്തേക്ക് നമുക്ക് ശരിയാക്കി വെച്ചിരിക്കുന്ന ബിയർ മിക്സ് ഒഴിക്കുക. നമ്മളൊരു ഫണൽ, ഒരു ചോർപ്പ് എടുത്ത് അതിനകത്തേക്ക് കുറച്ചായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബിയർ ഒഴിക്കുക. ബിയർ ഒഴിക്കുമ്പോൾ അവസാനം വരുന്ന പഞ്ചസാരയും അതുപോലെ ഗോതമ്പും അതിനകത്തേക്ക് ഇടുക. കുപ്പി നിറച്ചൊഴിക്കരുത്, കുറച്ച് ഗ്യാപ്പ് വേണം. ഗ്യാസൊക്കെ ഫോം ചെയ്യാൻ ഗ്യാസ് ആവശ്യമാണ്. ഒരു ഗ്യാപ്പ് ഇട്ട് നിർത്തുക. അതിനുശേഷം നമ്മൾ ഒരു കോർക്ക് കൊണ്ട് അടച്ചിട്ട് ഈ മിക്സെല്ലാം യോജിക്കുന്ന വരെ നല്ല രീതിയിൽ ഷേക്ക് ചെയ്ത് നമുക്കത് മാറ്റി വെക്കാം. ഈസ്റ്റും അതേപോലെ ഒരു പഞ്ചസാരയും കൂടെ ഇടുമ്പോൾ നല്ല രീതിയിൽ ഗ്യാസ് ഫോം ചെയ്യും. അത് കുപ്പി പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. അതിനുണ്ട് നമുക്ക് ഒരു ബലൂൺ വെച്ച് നമുക്ക് കെട്ടി വെക്കാം. ബലൂൺ ആകുമ്പോൾ അത് ഗ്യാസ് ഫോം ചെയ്യുന്നതനുസരിച്ച് വീർത്ത് പൊട്ടിപ്പോയിക്കോളും. പൊട്ടിപ്പോകുന്നതനുസരിച്ച് ബലൂൺ നമ്മൾ മാറ്റിയാൽ മതി. നമ്മൾ ഉണ്ടാക്കിയ ഈ നാച്ചുറൽ ബിയർ നമുക്കിപ്പോൾ ഒരു 42 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 42 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബിയർ ഇതെല്ലാം ബലൂണൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിത് മറ്റൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നല്ല 650 ml ഒരു ബിയർ ഗ്ലാസ്സാണ്. ഇത് ഒഴിക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് വരുന്നത്. നല്ല രീതിയിൽ പറഞ്ഞ് മുങ്ങുന്നതുകൊണ്ട് ചെറിയ കൊമളകൾ വരുന്നുമുണ്ട്. അപ്പോൾ ബിയർ ഇഷ്ടപ്പെടുന്ന എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കുക. നല്ല വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ചുണ്ടാക്കിയ രുചികരമായ ബിയറാണിത്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഒരു വലിയ ബിയർ ഗ്ലാസ് എടുത്തിരിക്കുന്നത്. ബിയറിൻ്റെ ആ സ്പെഷ്യൽ ടേസ്റ്റും നല്ല ഗ്യാസും ഉണ്ട്. അപ്പോൾ സാധിക്കുന്നതിൽ ഉണ്ടാക്കി നോക്കുക. അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.